കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. അർഷാദ് ബത്തേരി എഴുതിയ ചെറുകഥ ജീവിതത്തോളം ഭൂമിയുടെ ഉലച്ചിൽ. പുറത്താക്കപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെ വിജനവും നിശബ്ദവുമായ വഴി. ഇതെന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. നടക്കുകയാണെന്ന വ്യാജബോധത്തോടെ പ്രാണനിൽ തീപിടിച്ച് ഞാൻ ഓടുകയാണ്. ഒരു ഓട്ടമത്സരത്തിലും പങ്കെടുത്തിട്ടില്ല. ഒരു മെഡലും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ എങ്ങനെ ഓട്ടക്കാരൻ ഉസ്മാനായി? ഓർമ്മയുടെ കലങ്ങിയ കയത്തിനരികിൽ ഏറെ നേരം നിന്നതിനു ശേഷം സങ്കടവും ഭീതിയും പേറി ഉസ്മാൻ നടന്നു. കല്ലുകളിൽ തട്ടി ചോര പൊടിയുന്ന കാലുകളുമായി വളരെ വേഗത്തിൽ. ഇടവഴി തിരിഞ്ഞതേയുള്ളൂ. മുമ്പിൽ കുഞ്ഞനന്തൻ മാഷിന്റെ മകൾ പനിനീർപ്പൂവായി നിൽക്കുന്നു. ഈ കുട്ടിയെയും ഉസ്മാന് ഭയമാണ്. കുട്ടികളെ അതിജീവിക്കാൻ എന്തൊരു പ്രയാസമാണ്. വാക്കുകളിൽ പന്തം കത്തിച്ചാണ് അവർ സംസാരിക്കുക. ഉസ്മാനിക്ക, നനവിലേക്കെന്നതുപോലെ കുട്ടിയുടെ വിളിയിലേക്ക് ഉസ്മാൻ പതിഞ്ഞു. എന്തേ മോളെ? ചൂടും പീഡനവും ആവരണം ചെയ്ത ഉസ്മാന്റെ ശബ്ദം കുട്ടിയുടെ മുന്നിൽ തളർന്നു വീണു. എല്ലാവരും എന്തിനാണ് നിങ്ങളെ ഓട്ടക്കാരനെന്ന് വിളിക്കുന്നത്? എന്റെ വല്യേച്ചീനെ പോലെ ടിവിയിലൊക്കെ ഓടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല മോളെ, ഉസ്മാനിക്കാക്ക് ഒരു സമ്മാനവും കിട്ടിയിട്ടില്ല. ശബ്ദം പതറാതിരിക്കാൻ നന്നായി പ്രയാസപ്പെട്ടു. ഞാൻ സമ്മതിച്ചില്ലാട്ടോ. ഏച്ചീനേക്കാളും വലിയ ഓട്ടക്കാരനാണ് ഉസ്മാനിക്കയെന്ന് ഞാൻ പറഞ്ഞു. ഏച്ചിക്ക് പത്രത്തിലൊക്കെ പടം വന്നതിന്റെ പവറാ. കുട്ടിയിലേക്ക് അലിയാനാവാത്തതിൽ ഉസ്മാന് അതിയായ ദുഃഖം തോന്നി. എന്താ ആലോചിക്കണത്? കുട്ടിയുടെ സ്പർശം ദൈവത്തിന്റെ ചുംബനമായിരുന്നുവോ? പോട്ടെ മോളെ. യാത്ര പറഞ്ഞ് നടക്കുകയാണോ ഓടുകയാണോ എന്ന് തീർച്ചപ്പെടുത്താനാവാതെ ഉസ്മാൻ നീങ്ങിത്തുടങ്ങി. ഇടവഴിയുടെ ഓരോ തിരിവുകളിൽ വെച്ചും ഉസ്മാന്റെ വേഗത ഏറി വന്നു. തന്റെ ജീവിതവും ഈ തിരിവുകളും എവിടെയൊക്കെയോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് വന്ന കാറ്റിൽ ഇലകൾ ഇടവഴിയിലേക്ക് പാറി വീണു. ഒപ്പം കനമുള്ള മഴത്തുള്ളികളും. ഈ ഇടവഴിയിലൂടെ ഒട്ടും ഭയമില്ലാതെ നടന്നൊരു ബാല്യമുണ്ടായിരുന്നു. അന്ന് മഴയത്ത് ചേമ്പിര ചൂടി രവിക്കും രാജലക്ഷ്മിക്കുമൊപ്പം മഴത്തുള്ളികൾക്കുള്ളിൽ നിന്ന് പൊട്ടിച്ചിരിച്ച ബാല്യം. വെറുതെ തിരിഞ്ഞു നോക്കി. രവി, രാമൻ ആരുമുണ്ടാകില്ലെന്നറിഞ്ഞിട്ടും അല്പനേരം അങ്ങനെ തന്നെ നിന്നു. മഴയുടെ ഏതോ മറവിൽ നനഞ്ഞു കുതിർന്ന് അവരുണ്ടോ? മഴ തേങ്ങി തേങ്ങി പിന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. ശക്തിയേറുന്ന മഴയിൽ ഓടുമ്പോഴും ഉസ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു. മഴയും കണ്ണുനീരും രണ്ട് രുചികളാൽ ചുണ്ടിനെയും നാവിനെയും നനച്ചു. ഇടവഴി ഇപ്പോൾ ചെറിയൊരു തോടായിരിക്കുന്നു. ഉരുണ്ടുമറിയുന്ന കലക്കുവെള്ളത്തിലൂടെ ഉസ്മാൻ ഓടുക തന്നെയാണ്. അപ്പോഴും പ്രാർത്ഥനാസ്വരത്തിൽ ഉസ്മാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. എന്നാണാവോ എനിക്കൊന്ന് നടക്കാനാവുക? ഓട്ടക്കാരാ ഡാ! അപ്രതീക്ഷിതമായ വിളി തലക്കടിക്കും പോലെയാണ്. നീർക്കോലി പോലുള്ള സുകുമാരനിതാ മുന്നിൽ തറഞ്ഞു നിൽക്കുന്നു. ഈ മഴയത്തിങ്ങനെ ഓടാൻ നിക്കന്ത ഭ്രാന്താ? എന്നാ ഈ തോർത്തോണ്ട് തല തുവർത്ത്. മഴ തോർന്നു. തണുപ്പ് ഉസ്മാനെ വരിഞ്ഞു മുറുക്കി. 2 ദിവസമായി നിന്നെ തിരയുന്നു. വീട്ടിലും വന്നിരുന്നു. നീ എവിടെയാ ഉസ്മാനെ ഓടിയോടി പോകുന്നത്? വാ, എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. സുകുമാരന്റെ പിടിയിലൊതുങ്ങി ഉസ്മാൻ ചെറിയ സംഘത്തിന്റെ മധ്യത്തിലായി ഇരിക്കാതെ ഇരുന്നു. ഇവനെ അറിയില്ലേ? നമ്മുടെ അച്ചുവേട്ടന്റെ ഇളയവനാണ്. ഇപ്പം വലിയ സംവിധായകനാണ്. ഹലോ, ഞാൻ നീരജ്. അയാൾ സ്വയം പേര് പറഞ്ഞു ചിരിച്ചു. ഉള്ളിലെവിടെയോ മൂടപ്പെട്ട് കിടക്കുന്ന ചിരി വളരെ പ്രയാസപ്പെട്ട് ഉസ്മാൻ പുറത്തേക്കെടുത്തു. ഉസ്മാനിക്ക, നേരെ അങ്ങ് കാര്യത്തിലേക്ക് കടക്കാം. വളരെ കാലത്തെ പരിചയഭാവത്തിൽ നീരജിന്റെ കൈ ഉസ്മാന്റെ തോളിൽ അമർന്നു. പുതുമയുള്ളതെന്തെങ്കിലും ചെയ്യണമെന്നാണ് എന്റെ മോഹം. അതിനിടയിലാണ് നിങ്ങളെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. നീരജ് പരിചയസമ്പന്നനായ സംവിധായകന്റെ ചടുലതയോടെ ഉസ്മാന്റെ നേരെ നിന്നു. തന്റെ ഇരു കൈകളിലെയും തള്ളവിരലുകൾ ചേർത്ത് പിടിച്ച് വൃത്തമുണ്ടാക്കി. അതിനകത്തുകൂടെ ഉസ്മാന്റെ വിയർപ്പ് പൊടിയുന്ന മുഖം വ്യത്യസ്ത ദിശകളിലൂടെ നോക്കിക്കണ്ടു. ഇടയ്ക്കിടയ്ക്ക് കൈകൾ പതുക്കെ ഉസ്മാന്റെ മുഖത്തേക്ക് അടുപ്പിക്കുകയും വളരെ സാവധാനത്തിൽ പിൻവലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മുന്നിൽ ഷൂട്ടിംഗ് കാണുന്ന കൗതുകത്തോടെ ഇരിക്കുന്നവരോടായി നീരജ് പറഞ്ഞു. നല്ല ഡെപ്തുള്ള ഫേസാണ്. മുഴുവൻ സമയവും ഉസ്മാന് ഓടേണ്ടി വരുമോ? ഒരാൾ ഇടയ്ക്ക് ചോദിച്ചു. വേണ്ട വേണ്ട, എല്ലാ സീനിലും ഉസ്മാനിക്ക ഓടണ്ട. ഓടുന്നത് പോലെ കാണിച്ചാൽ മതി. തലയിൽ കുരിശിറങ്ങുന്ന വേദനയ്ക്കൊപ്പമുയർന്ന നിലവിളിയെ
ഉസ്മാൻ മൗനത്തിലേക്ക് പൂഴ്ത്തി. നീരജ് കൈ രണ്ടും നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ലോങ് ഷോട്ടിൽ ഉസ്മാനിക്കാനെ കാണിക്കുന്നു. പതുക്കെ പതുക്കെ ഉസ്മാനിക്ക നടന്നു വരുന്നു. പശ്ചാത്തലത്തിൽ തബലയുടെ നേർത്ത സംഗീതം മാത്രമേ അന്നേരത്തുണ്ടാവുകയുള്ളൂ. ഉസ്മാനിക്ക ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ ആ ഷോട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. അടുത്ത ഷോട്ടിൽ ഉസ്മാനിക്കാന്റെ കാൽപ്പത്തികളുടെ ക്ലോസപ്പ്. അത് വിവിധ ആംഗിളുകളിൽ വ്യത്യസ്ത ടോണുകളിൽ കാണിക്കുന്നു. വിണ്ടുകീറിയ കാലുകൾ പ്രേക്ഷകരെ ഹോണ്ട് ചെയ്യും, ഷുവർ. നീരജിന്റെ മുഖം ചുവന്നു തുടുത്തു. ഉസ്മാന്റെ ഹൃദയം കനം വെച്ച് വിങ്ങി, ശ്വാസം മുട്ടി. ഉസ്മാനിക്ക സ്ക്രിപ്റ്റിന്റെ ഒരു കരുത്തിന് വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ പുറകെയാണ് ഈ ഓടുന്നത്? ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ പേര് ഇത്രയും പോപ്പുലർ ആയത്? നിങ്ങൾക്ക് നടക്കാനാവില്ലേ? ഒരിക്കലെങ്കിലും തനിക്ക് നടക്കാനാവില്ലേ എന്ന ചോദ്യം ഹൃദയത്തിന്റെ നേർത്ത ചുമരിൽ എത്രയോ തവണ താൻ ദൈവത്തോട് എഴുതി ചോദിച്ചിരിക്കുന്നു. പക്ഷേ ഉസ്മാൻ നീരജിനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. നീ ആരുടെ പുറകെയാണ് ഓടുന്നത് ഉസ്മാനെ? വീണ്ടും ആരോ ഇടപെട്ടു. അല്ല ഉസ്മാനെ, തലയിൽ മീൻകുട്ടയുമായി നടന്ന രാജപ്പൻ സൈക്കിളിലായി, പിന്നെ മോട്ടോർ സൈക്കിളിലുമായി, ഇപ്പം കാറിലുമായി. രാജപ്പൻ മാത്രമോ? പീടിക തോറും പണം പലിശയ്ക്ക് കൊടുത്തു നടന്ന അന്തർക്ക കൊട്ടാരം പോലുള്ളൊരു വീടും എടുത്തു. ഇപ്പം ഹാജിയാരുമായി. നീ ഇങ്ങനെ ഓടിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഉസ്മാനെ. നദിയിലേക്ക് കല്ല് വന്നു വീണുയരുന്ന ജലഗണങ്ങൾ പോലെ ഉസ്മാൻ ചിതറി എണീറ്റു. ഷർട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു. ഉമ്മാന്റെ മരുന്ന്. റിമോട്ട് രശ്മിയുടെ അതിവേഗതയിൽ ഉസ്മാൻ അവരുടെ ക്യാമറ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷനായി. ഉസ്മാന്റെ പെട്ടെന്നുണ്ടായ കുതിപ്പിൽ നീരജും സംഘവും തരിച്ചിരുന്നു. ആരുടെ പിറകിലായിരിക്കും ഉസ്മാനിക്ക ഓടുന്നത്? നീരജിന്റെ ശബ്ദത്തിൽ നിരാശ കലർന്നിരുന്നു. ചിലപ്പോൾ ഉസ്മാൻ ഏതെങ്കിലും സ്വപ്നത്തിന്റെ പുറകെയായിരിക്കും ഓടുന്നത്, സുകുമാരൻ അല്പം ആലങ്കാരികതയോടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അയാൾക്കെല്ലാവരെയും ഭയമായിരിക്കുമെന്നാണ്, വേറൊരാൾ പറഞ്ഞു. നീരജ് അതൊന്നും ശ്രദ്ധിക്കാതെ ഉസ്മാന്റെ വേഗതയിലേക്ക് എങ്ങനെ എത്തിച്ചേരാനാവുമെന്നതിനെപ്പറ്റി മനസ്സ് പുകയ്ക്കുകയാണ്. ആർക്കും ഇതുവരെ കണ്ടെത്താനാവാത്ത വണ്ണം ഉസ്മാൻ ആരുടെ പുറകെയാണ് ഓടുന്നത്? നീരജ് നിലത്ത് നീണ്ടു നിവർന്നു കിടന്ന് ശ്വാസം വിട്ടു. നമുക്ക് ഉസ്മാന്റെ പുറകെ പോയി നോക്കിയാലോ? ഷൂട്ടിങ്ങിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, നീരജ് പറഞ്ഞു. നീരജിന്റെയും സുഹൃത്തുക്കളുടെയും പിടിയിൽ നിന്ന് കുതറി സ്വയം വിസ്മരിച്ച് വിയർപ്പിൽ പൊള്ളുന്ന കാലുകളുമായി പായുന്നതിനിടയിൽ നെഞ്ചിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിനെ തള്ളി മാറ്റുമ്പോഴും ഉസ്മാന്റെ ഹൃദയം മന്ത്രിച്ചു. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് നടക്കാനാവില്ലേ? ഒരിക്കലെങ്കിലും. വായനശാലയുടെ പിറകിലൂടെ ഓടിയെത്തിയപ്പോഴാണ് കണ്ടത് ചെറിയൊരു ആൾക്കൂട്ടം. അവർ പുതിയ വഴി വെട്ടുകയാണ്, ഒപ്പം വഴിയുടെ വീതിയും കൂട്ടുന്നുണ്ട്. പുതിയ വഴി, വീതി കൂടുന്ന വഴി, നീളം കൂടുന്ന വഴി. വഴികളൊക്കെ ഉസ്മാനെ ഭയപ്പെടുത്തുന്നു. ഈ വഴികൾ എത്രയും താൻ ഓടിത്തീർക്കണ്ടേ? നീളം കൂട്ടല്ലേ, നീളം കൂട്ടല്ലേ. ഇരുട്ടും മൗനവും ഇഴയുന്ന മുറിയിൽ ഉറക്കത്തിന്റെ അരികു പറ്റാനാവാതെ ഉസ്മാൻ കിടന്നു. രാത്രി ആട്ടിപ്പായിച്ചും സ്വപ്നങ്ങൾക്ക് നേരെ അലസമായി കല്ലെറിഞ്ഞും അടുത്ത മുറിയിൽ കിടക്കുന്ന ഉമ്മയുടെ ചിരിയും കരച്ചിലും ഉസ്മാന്റെ നഖം പൊളിഞ്ഞുപോയ കാലുകളിലേക്ക് തുളച്ചു കയറി. ഇക്കാ! ചാട്ടവാറടിയായി പെങ്ങളുടെ വിളി. ഉസ്മാൻ ചാടി എണീറ്റു. എന്താ മോളെ? ഉമ്മച്ചി ഓടി. ഉസ്മാന്റെ കാലുകളിലേക്ക് ആരോ തീക്കനൽ കോരിയിട്ടു. പ്രജ്ഞയുടെ എല്ലാ വിളക്കുകളും കെട്ടുപോയ ഉസ്മാന്റെ ഉമ്മ പതിവ് തെറ്റിക്കാതെ ഇരുളിലൂടെ ഓടുകയാണ്. ഒപ്പം ഉമ്മയുടെ പുറകെ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഓട്ടക്കാരനായി ഉസ്മാനും. എന്നാണാവോ ഉമ്മാന്റെ ഓട്ടമൊന്ന് നിൽക്കുക? നിലാവ് കരുണ കാണിച്ചപ്പോൾ ഉസ്മാന് ആശ്വാസമായി. ഓടി ഓടി ഒരിടത്ത് വീണുകിടക്കുന്ന പതിവ് ഇന്നും ഉമ്മ തെറ്റിച്ചിട്ടില്ല. ഉമ്മ, ഉമ്മ. കിടപ്പിൽ ഉസ്മാൻ വിളിച്ചുകൊണ്ടിരുന്നു. എന്നത്തെയും പോലെ ഇത്തവണ ഉമ്മ ഉസ്മാനെ കെട്ടിപ്പിടിക്കുകയോ കരയുകയോ ഉണ്ടായില്ല. ഉമ്മ. ഉസ്മാൻ പതുക്കെ തൊട്ടു വിളിച്ചു. തണുത്തു മരവിച്ച ഉമ്മയുടെ ശരീരം കൈകളിൽ താങ്ങി ഉസ്മാൻ വീട്ടിലേക്ക് കയറി ചെന്നു. ഓടി വന്ന പെങ്ങളോട് പറഞ്ഞു. ഓടി ഓടി ഉമ്മ രക്ഷപ്പെട്ടടി. പെങ്ങൾ തൂണുപോലെ നിന്നു. ഭൂമിയുടെ അറ്റത്തെത്തപ്പെട്ട വിഭ്രാന്തിയോടെ ഉസ്മാൻ ഉമ്മയുടെ കബറിനരികിൽ നിന്നും റബ്ബേ, ഭൂമി തീർന്നു പോയല്ലോ, ഇനി അങ്ങോട്ട്. വിറച്ചു വിറച്ച് ഉസ്മാൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നിന്നു. തന്നിലെ മുഴുവൻ വേഗതയും എടുത്ത് ഓടി. ഓടിയോടി കുന്നിൻ ചുവട്ടിലെത്തി. തീറ്റ കഴിഞ്ഞ് കുന്നിറങ്ങി വരുന്ന കാളക്കൂട്ടങ്ങൾ പതുക്കെ താളത്തിൽ ശരീരം കുലുക്കി നടന്നു പോകുന്ന കാളകളുടെ കാലുകളിലേക്ക് ഉസ്മാൻ കൊതിയോടെ നോക്കി.
ഇടവഴിയില്ല, വീതി കൂട്ടിയിരിക്കുന്നു. ബാല്യത്തിന്റെ ഓർമ്മകളെ ഇടിച്ചു നിരത്തിയിരിക്കുന്നു. ഒരു കരിയില പോലും വീണ് കിടക്കുന്നില്ല. ഇടവഴികൾ ഓർമ്മകൾക്ക് ഇഴഞ്ഞു നടക്കാനുള്ളതായിരുന്നു. ഇപ്പോൾ കുഞ്ഞനന്തൻ മാഷിന്റെ മകളുമില്ല. കനത്ത് കെട്ടിക്കിടക്കുന്ന മൂകത മാത്രം. തലച്ചോറിലൂടെ ഭ്രാന്ത് റോന്തു ചുറ്റുന്നുണ്ട്. അത് ശരീരത്തെ മുഴുവനായി വിഴുങ്ങുന്നതിന് മുൻപ് ഒന്ന് നടക്കണം. ഒരിക്കലെങ്കിലും ഒന്ന് നടക്കണം. അരികിൽ ചാഞ്ഞു കിടക്കുന്ന മരക്കൊമ്പിൽ പിടിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആരുമില്ല. ഇടയ്ക്ക് പറമ്പിലേക്ക് ഞെട്ടറ്റ് വീഴുന്ന പഴുത്തിലകളുടെ നേർത്ത ശബ്ദമൊഴിച്ചാൽ മറ്റൊന്നുമില്ല. ഇത് തന്നെയാണ് പറ്റിയ അവസരം. എത്രയോ കാലമായി മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു. ഉസ്മാൻ നടക്കാനായി ഒരുങ്ങി. ശരീരത്തിലാകെ തണുപ്പ് അരിച്ചിറങ്ങുന്നു. വീട് വരെയെങ്കിലും നടക്കാൻ പറ്റുമോ? പതുക്കെ മരക്കൊമ്പിൽ നിന്ന് കൈവിട്ടു. നടന്നോ ഉസ്മാനെ, നടന്നോ. ആരൊക്കെയോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പറ്റുമോ? രണ്ടും കൽപ്പിച്ച് ഉസ്മാൻ വലതുകാൽ മുന്നോട്ട് വെച്ചു. 1, 2, 2 അടി നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കാനാവാതെ ആഹ്ലാദത്താൽ 3-ാമത്തെ അടി നീട്ടിവെച്ചു. 4, 5. പെട്ടെന്ന് കാലുകൾ വിയർത്തു. ശരീരം ചൂടുപിടിച്ചു. ചെവിയിൽ നിലവിളിക്കാത്ത, ഉള്ളു തുറന്ന് ചിരിക്കാനാവാത്ത പെങ്ങളുടെ ചിരി. ചിരി മാത്രം. പിന്നീട് നേർത്ത ചങ്ങലക്കിലുക്കം. പെങ്ങള്, പെങ്ങള്. നടക്കാനാവാത്ത പരാജയത്തിന്റെ ഊക്കിൽ നിന്ന് ലഭിച്ച വേഗതയുമായി ഉസ്മാൻ ഓടി ഓടി ഓടി